കേരള വിഷൻ്റെ ബിസിനസ് സ്റ്റാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബിസിനസ് സ്റ്റാറിലെ നമ്മുടെ അതിഥി കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ വലിയൊരു വ്യവസായ പ്രമുഖനാണ്. കോഴിക്കോട് നഗരത്തിൽ നിരവധി സ്ഥാപനങ്ങളുള്ള വിജയപ്രകാശ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥൻ ശ്രീ ബാലേട്ടനാണ്. ബാലേട്ടനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ബാലേട്ട. ഇത് കേരള വിഷൻ്റെ ഒരു പരിപാടിയാണ്. താങ്കളെപ്പോലുള്ള വ്യവസായത്തിൽ വിജയം കൈവരിച്ചവരുമായിട്ടുള്ള അഭിമുഖമാണ്. ബാലേട്ടനാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണെന്നറിയാം. എങ്ങനെയായിരുന്നു ഈ വിജയപ്രകാശ് ഇൻഡസ്ട്രിയുടെ തുടക്കം? എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു? 66-ലാണ് ഞങ്ങൾ തുടങ്ങിയത്. 66? 1966. ഏകദേശം 45 വർഷക്കാലമായി. വർഷം ഉണ്ട്. അച്ഛനായിട്ട് തുടങ്ങിയാണോ? അച്ഛനായിട്ട് തുടങ്ങിയാണ്. അച്ഛൻ്റെ പേരെന്തായിരുന്നു? അയ്യപ്പൻ. അച്ഛനാണ് ഇത് ആരംഭിക്കുന്നത്. എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു? എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന ഒരു കമ്പനീൻ്റെ ഫോർമാനായിരുന്നു, മെക്കാനിക്കൽ ഫോർമാനായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം, ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം. ഒരു ഫീൽഡ് മെക്കാനിക്കൽ ചാർജ് ആയതുകൊണ്ട് അങ്ങനെയാണ് വരാൻ നിവൃത്തിയില്ല. പിന്നെ നമ്മൾ അന്നത്തെ കാലമല്ലേ, സാമ്പത്തികമായിട്ട് ഒരു ഇതുമില്ല. അങ്ങനെ ഞങ്ങൾ ജീവിക്കണ്ടേ. ഒരു പരുവത്തിൽ ഞങ്ങൾ 8 പിള്ളേർ. 8 മക്കളാണ്. ആൺകുട്ടികൾ 4 പെൺകുട്ടികൾ 8 ആളാണ്. 8 ആളായിരുന്നു. ഒരു കമ്പനിയുടെ ഫോർമാനായിരുന്ന അച്ഛൻ പിന്നീട് അവിടുന്ന് കമ്പനിന്ന് റിസൈൻ ചെയ്തിട്ട് പിന്നെയാണ് ഞങ്ങളെ ആരംഭിച്ചത്. എന്തായിരുന്നു ആദ്യം തുടങ്ങിയ ഇൻഡസ്ട്രി? എന്തായിരുന്നു ബിസിനസ് ആദ്യം? ചെറിയ മെഷീൻസ്. ഇപ്പം ബ്രിക്ക് ഉണ്ടാക്കുന്നതും അതുണ്ടാക്കുന്നതും ചെറിയ മെഷീൻസ്. വലിയത് സാമ്പത്തികമായിട്ട് വലിയ ഹെവി മെഷീൻസ് വേണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതില്ലാത്തതുകൊണ്ട് ചെറിയ മെഷീൻ വെച്ചിട്ട് ഞങ്ങളെ ഇതിനനുസരിച്ചിട്ട് തുടങ്ങിയതാണ്. ആദ്യം ചെയ്ത മെഷീനറി എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അത് ട്വിൻ സ്ക്രൂ പഗ് മില്ല് എന്ന് പറയും. അത് വെച്ചിട്ട് ഇഷ്ടിക, ഹോളോ ബ്ലോക്ക്, അതുമാതിരി ചെറിയ മെഷീൻസ് അതേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ മെഷീൻ ആദ്യം ചെയ്തിട്ട് പിന്നെ എവിടെയാണെന്ന് ആദ്യം സെയിൽ നടത്തിയത്? ഫറോക്കിൽ തന്നെ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ തന്നെ അങ്ങോട്ട്. അന്നൊക്കെ നിലവിലുള്ള ഇഷ്ടിക കമ്പനികൾക്ക് മെഷീനറി ഇല്ലാതെയാണ് ഇഷ്ടിക ചെയ്തിരുന്നത്. അതെ, കൈകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് അച്ഛനായിട്ടാണ് ഇത് ആദ്യം തുടങ്ങിയത് ആണല്ലേ? അച്ഛൻ്റെ ബുദ്ധിയാണ് ഇങ്ങനെയുള്ളൊരു. ഞങ്ങൾക്കൊന്ന് പഠിക്കാൻ, ഞങ്ങളൊന്ന് സ്കൂളിൽ പോയിട്ടൊന്നും ഇല്ലല്ലോ. മെക്കാനിക്കൽ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ വേറെന്തോ ചെയ്യാനുള്ള കഴിവില്ല അന്ന്. ഞങ്ങൾക്ക് പഠിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള ബുദ്ധിയും വെച്ചിട്ട് തുടങ്ങി.
അച്ഛൻ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി ഇരിക്കുന്നത്? അതെ. ആണോ? ഇപ്പോൾ ഇവിടെ എത്ര സ്ഥാപനമുണ്ട് ശരിക്കും? 4 2 3 4 4 സ്ഥാപനമുണ്ട് അല്ലേ? അച്ഛൻ തുടങ്ങിയ സ്ഥാപനം ഇപ്പോഴും ഇപ്പം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് തുടക്കകാലം തൊട്ട് അച്ഛൻ്റെ കൂടെ ബാലേട്ടനുണ്ടോ? ഉണ്ട്. ഉണ്ട്. അനിയന്മാരൊക്കെ ഉണ്ടോ? ഇല്ല, അനിയന്മാരൊക്കെ ചെറിയ കുട്ടികൾ പഠിക്കല്ലേ. പഠിക്കണം. ബാലേട്ടൻ മാത്രമുള്ള ആദ്യമായിട്ടുള്ളൂ. എൻ്റെ ബാലേട്ടൻ അപ്പം ഇതിനെക്കുറിച്ച് എന്തായിരുന്നു ധാരണ ഉണ്ടായിരുന്നു ഈ വർക്കിനെ കുറിച്ച്? അല്ല, അതൊക്കെ ഞാനൊക്കെ ഈ ഇത് കിട്ടുന്ന ബുക്കിലും അതിലും കാറ്റലോഗിലും അതിലുമൊക്കെ ഉള്ള ബുദ്ധി വെച്ചിട്ട് പഠിച്ച്. നമ്മൾ ഇംഗ്ലീഷൊന്നും അറിയില്ലെന്ന്. ഞാൻ വെറുതെ 10ാം ക്ലാസ് വരെ പഠിച്ചെന്ന് മാത്രം. ഒന്നും വലിയ കാര്യം ഉണ്ടായില്ല. തലമുറ നല്ലൊരു വിദ്യാഭ്യാസമാണ്. പക്ഷേ അതിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനോ മറ്റേ പിന്നെ ഈ കാറ്റലോഗോ അല്ലെങ്കിൽ മറ്റേ ഈ സാധനങ്ങളൊക്കെ കണ്ട് അതോടുകൂടി ഇത് പഠിക്കാനുള്ളൊരു മോഹം, ഒരു ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ നമുക്കത് പഠിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് സ്വന്തം താല്പര്യം വെച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള വിജയത്തിലോട്ട് വന്നു. ദൈവസഹായം കൊണ്ട് അച്ഛൻ്റെ കൂടെ ചെയ്തത് സാധാരണ ഇതുമാതിരി മെഷീനുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിലേക്കുള്ള ഇത് തുടങ്ങണം. അച്ഛൻ തുടങ്ങി വെച്ചപ്പോൾ എത്ര തൊഴിലാളികളുണ്ടായിരുന്നു? 5 ആൾ. 5 ആളുണ്ടായിരുന്നു. എൻ്റെ ഈ ഫറൂഖ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എങ്ങോട്ടൊക്കെ ഇത് ആദ്യമായിട്ട് സപ്ലൈ ചെയ്തു? പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്തിരുന്നു. തൃശ്ശൂർ ഭാഗത്താണ്, ഒല്ലൂർ ഭാഗത്താണ് കൂടുതൽ. ഒല്ലൂർ തൃശ്ശൂർ അന്ന് അതേ ഉണ്ടായിരുന്നത്. ഒല്ലൂർ തൃശ്ശൂർ ഭാഗം ഉണ്ടായിരുന്നത്. ഓട്ടോമിൻ്റെ ഉള്ള മെഷീൻ ഉണ്ടാക്കുന്ന മെഷീൻ എല്ലാം ഈ ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനി ഒല്ലൂർ, ആ ഭാഗത്ത് തൃശ്ശൂർ ഒല്ലൂർ ഭാഗത്തേ ഉണ്ടായിരുന്നത്. അവിടേക്ക് മിക്ക കമ്പനിക്കും അന്ന് കൊടുത്ത്. അവരൊക്കെ ഭാഗത്തേക്ക് കുറവല്ലേ. പിന്നെ മംഗലാപുരം ഭാഗത്തേക്ക് കയറി കുറച്ച് ആ ഭാഗത്തേക്ക് കൊടുത്ത്. പിന്നെ ബാംഗ്ലൂർ തന്നെ ഉള്ള കേരളത്തിലേക്ക് ആലുവ കൊടുത്തിട്ടുണ്ടാവും. ആലുവ കൊടുത്തു. പിന്നെ എറണാകുളം ഭാഗത്ത് എറണാകുളം മണ്ണ് കിട്ടുന്ന എല്ലാ ഭാഗത്തും ഞങ്ങൾ കൊടുത്തതാണ്. മണ്ണ് അവൈലബിൾ ആയ സ്ഥലത്ത് തുടങ്ങാൻ പറ്റും. അതേ പറ്റുള്ളൂ. അതിന് പറ്റിയ മണ്ണുകളായിരിക്കണം. ഇപ്പം നോക്കിയിട്ട് ഇപ്പോൾ കിട്ടുന്ന മണ്ണ് ഫുള്ള് ഞങ്ങൾ ഇപ്പോൾ ഒരു മെഷീനുണ്ട്. ആ മെഷീന് ആവശ്യമുള്ള മണ്ണുകൾ ഞങ്ങൾ തന്നെ കുറച്ചും കൂടി വ്യത്യാസം വരുത്തിയിട്ട് അന്ന് ചെയ്യുന്നുണ്ട്. വേറെ മണ്ണ് കിട്ടാനില്ല. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മൈൻഡൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എടുക്കാൻ പാടില്ലല്ലോ. എല്ലാ ഭാഗത്തും മണ്ണെടുക്കാൻ പാടില്ല, വീടെടുക്കാൻ പാടില്ല. അപ്പോൾ ഉള്ള മണ്ണ് വെച്ചിട്ട് ഇതാക്കുകയാണ്. ഇപ്പം തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒന്നും ഈ റെസ്ട്രിക്ഷൻ ഇല്ല, അവിടെയൊക്കെ മണ്ണെടുക്കാം. എടുക്കാം. ഇവിടെയുണ്ട്. ഇപ്പം നിയമമായില്ലല്ലോ എല്ലാ ഭാഗത്തും. കേരളത്തിന് പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്? മിക്ക സംസ്ഥാനത്തും, കേരളത്തിൻ്റെ മിക്ക സംസ്ഥാനത്തും പഞ്ചാബ് അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇതൊരു മൊണോപ്പൊളി ബിസിനസ്സാണ്. മൊണോപ്പൊളി ബിസിനസ്. അതെ. ഞങ്ങൾ ഈ മെഷീൻസ് വേറെ ആരും ഇന്ത്യയിൽ വേറെ ആരും ഉണ്ടാക്കുന്നില്ല. ഉള്ളത് ഗൾഫിലേക്ക് അടക്കം ഞങ്ങൾ അയക്കുന്നുണ്ട്. ഗൾഫിലോട്ട് പോകുന്നുണ്ട്. ഗൾഫിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ടോ? ഓടിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട്. പക്ഷെ അപ്പോൾ പുതുതായിട്ട് ഞങ്ങളുടെ മെഷീൻ വെച്ചിട്ട് ഇവിടെ ഗൾഫിൽ മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോയി ഇല്ല, അവിടുത്തെ മണ്ണെടുക്കും. അവിടുത്തെ മണ്ണ് സൂട്ടബിൾ ആണ്. അത് മണൽ പോരാ. മണൽ പശമ കിട്ടണ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഈ ബലം കിട്ടുമോ? ബലം കിട്ടണം. അത് കെമിക്കൽ ഉപയോഗിച്ചാൽ മതിയല്ല.